സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണെങ്കിലും ജാസ്മിൻ യാത്രകളൊന്നും ഇതുവരെയും നടത്തിയിരുന്നില്ല. യാത്രകളെ പ്രണയിക്കുന്ന ഗബ്രിയെ സുഹൃത്തായി കിട്ടിയതോടെ കൂടുതൽ യാത്രകൾ ചെയ്യാനും ഇതുവരെ പോകാത്ത നാടുകൾ എക്സ്പ്ലോർ ചെയ്യാനും ജാസ്മിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അടുത്തിടെ ഗബ്രിക്കൊപ്പം ജയ്പൂരിലേക്കും മേഘാലയയിലേക്കും ഇരുവരും ചേർന്ന് നടത്തിയ യാത്രകളുടെ വ്ലോഗുകൾ വൈറലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തായ്ലാൻഡിൽ അവധി ആഘോഷിക്കുകയാണ്. ആദ്യമായി ജാസ്മിൻ നടത്തിയ ഇന്റർനാഷണൽ ട്രിപ്പാണിത്. ഒരു ട്രാവൽ കമ്പനിയുമായി ചേർന്നാണ് ഗബ്രിയും ജാസ്മിനും തായ്ലൻഡിലേക്ക് യാത്ര നടത്തിയിരിക്കുന്നത്. തായ്ലൻഡ് വ്ലോഗുകൾ ഇരുവരിലും ആരെങ്കിലും യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുമെന്നാണ് ആരാധകർ കരുതിയിരിക്കുന്നത്. എന്നാൽ ചില ചിത്രങ്ങളും റീൽ വീഡിയോകളും മാത്രമാണ് രണ്ടുപേരും പങ്കുവച്ചത്. അക്കൂട്ടത്തിൽ ജാസ്മിൻ പങ്കിട്ടൊരു റീൽ വലിയ രീതിയിൽ ചർച്ചയായി മാറി. ഷോർട്സിലും ബീച്ച് വെയറിലും അതീവ സുന്ദരിയായി കാറ്റേറ്റിരിക്കുന്ന ജാസ്മിനാണ് റീലിലുള്ളത്. മറ്റൊരാളുടെ കണ്ണിലൂടെ എന്നെ തന്നെ വിലയിരുത്താതിരിക്കാൻ എനിക്ക് വളരെ സമയമെടുത്തു എന്നാണ് ചുവന്ന ഹൃദയത്തിന്റെ ഇമോജിക്കൊപ്പം റീലിന് ക്യാപ്ഷനായി ജാസ്മിൻ കുറിച്ചത്. ഇത്രയേറെ വിമർശനങ്ങളും ഹേറ്റും അനുഭവിച്ചിട്ടും ജീവിതം തിരികെ പിടിച്ചു മുന്നേറുന്ന ജാസ്മിനെ പ്രശംസിച്ച് നിരവധി കമന്റുകൾ ഉണ്ട്. കീപ് ഗോയിങ് ജാസ്മിൻ, നീ പലർക്കും ഒരു പ്രചോദനമാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ പശ്ചാത്തപിക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നതാണ് നല്ലത്. ജീവിക്കാൻ അനുവദിക്കുക. നിന്റെ ജീവിതം നീ മനോഹരമാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആസ്വദിക്കൂ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ. അതേസമയം ചിലർ ജാസ്മിൻ്റെ വസ്ത്രധാരത്തെ വിമർശിച്ചും എത്തി. ഒരു മുസ്ലിം പെൺകുട്ടിയായ ജാസ്മിൻ ഹറാമായ വസ്ത്രങ്ങളും പ്രവൃത്തികളും ചെയ്യുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ. പണ്ടൊരു കമന്റ് ഞാൻ ഇട്ടിരുന്നു, ജാസ്മിൻ ബിക്കിനിട്ടി നടക്കുന്നത് കാണാൻ സ്റ്റിൽ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അതിലേക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. കുറയട്ടെ, ഇനിയും ഇറക്കം കുറയാനുണ്ട്. ജാസ്മിൻ, നീ ഒരു മുസ്ലിം അല്ലേ? പക്ഷേ നീ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. എനിക്ക് നിന്നെ വ്യക്തിപരമായി അറിയില്ല. പക്ഷേ ഒരു മുസ്ലിം എന്ന നിലയിൽ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഹറാമാണ് എന്നാണ് ബിക്കിനി ഷൂട്ട് എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമന്റുകൾ.